പത്തനംതിട്ടയുടെ ഗ്രാമഭംഗിയിൽ നിന്നും ദുബായ് നഗരത്തിന്റെ യാന്ത്രികമായ ആഡംബരങ്ങളിലേക്ക് ലീല പറന്നിറങ്ങിയത് ഒരു വലിയ ഭാരവുമായാണ്. മഞ്ഞപ്പിത്തം ബാധിച്ച് തളർന്നുപോയ ഭർത്താവ് സോമനും വിവാഹപ്രായമെത്തിയ 2 പെൺമക്കളും വീടിനുമേലുള്ള ബാങ്ക് ജപ്തിയും അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ജുമൈറയിലെ തിരക്കേറിയ തെരുവുകളിൽ നിന്നും ഉൾവലിഞ്ഞ ഒരു വലിയ കൊട്ടാരസമാനമായ മന്ദിരത്തിനു മുന്നിൽ കാർ നിന്നപ്പോൾ ലീലയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ഷെയ്ഖ് മൻസൂർ ബിൻ റാഷിദ് എന്ന അതിസമ്പന്നനായ അറബിയുടെ വീടായിരുന്നു അത്. സ്വർണം പൂശിയ വാതിലുകളും വിശാലമായ പൂന്തോട്ടങ്ങളും കണ്ടപ്പോൾ അവൾ ഒരു നിമിഷം അമ്പരന്നുപോയി. എന്നാൽ ആ ആഡംബരങ്ങൾക്കിടയിൽ തന്റെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോവുകയാണെന്ന് ആ പാവം വീട്ടമ്മ അറിഞ്ഞില്ല. വീടിനുള്ളിൽ കടന്നപ്പോൾ 3 ഭാര്യമാരും അവരുടെ 8ഓളം മക്കളും ലീലയെ ഒരു വിചിത്രജീവിയെപ്പോലെ നോക്കി നിന്നു. മൂത്ത ഭാര്യ ഫാത്തിമ കർക്കശക്കാരിയായിരുന്നു. രണ്ടാമത്തെ ഭാര്യ സൽമ ആഭരണങ്ങളിൽ അഭിരമിച്ചപ്പോൾ മൂന്നാമത്തെ ഭാര്യ ലത്തീഫ ഈർഷ്യാളുവിനെപ്പോലെ ലീലയെ നോക്കി. പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന ലീലയുടെ ജോലി അർദ്ധരാത്രി വരെ നീണ്ടു. അറബി വിഭവങ്ങൾ പാകം ചെയ്യുന്നതിനും കുട്ടികളെ പരിചരിക്കുന്നതിനുമിടയിൽ അവൾക്ക് വിശ്രമിക്കാൻ ഒരു നിമിഷം പോലും ലഭിച്ചില്ല. കൊട്ടാരത്തിന്റെ ഓരോ കോണിലും ക്യാമറകൾ അവളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. വിശപ്പും തളർച്ചയും സഹിച്ച് അവൾ തന്റെ കുടുംബത്തിനായി കഠിനാധ്വാനം ചെയ്തു. രാത്രികളിൽ ഒറ്റയ്ക്ക് മുറിയിലിരിക്കുമ്പോൾ നാട്ടിലെ മഴയെയും സോമന്റെ ചിരിയെയും ഓർത്ത് അവൾ വിതുമ്പി. എന്നാൽ ആ മണൽക്കാട്ടിൽ അവളുടെ കരച്ചിൽ കേൾക്കാൻ ആരുമുണ്ടായിരുന്നില്ല. ഷെയ്ഖ് മൻസൂർ കൊട്ടാരത്തിൽ ഉള്ള ദിവസങ്ങളിൽ അന്തരീക്ഷം കൂടുതൽ നിഗൂഢമായിരുന്നു. തന്റെ അധികാരം കൊണ്ട് ആരെയും കീഴ്പ്പെടുത്താമെന്ന് വിശ്വസിച്ചിരുന്ന അയാൾ അടുക്കളയിലും ഹാളിലും ജോലി ചെയ്യുന്ന ലീലയെ സ്ഥിരമായി നിരീക്ഷിക്കുമായിരുന്നു. ലീലയുടെ നിഷ്കളങ്കതയും അധ്വാനശീലവുമാണ് അയാളെ ആകർഷിച്ചത്. ഒരു രാത്രിയിൽ കൊട്ടാരത്തിലെ ആഘോഷങ്ങൾ കഴിഞ്ഞ് എല്ലാവരും അഗാധനിദ്രയിലായ വേളയിൽ ഷെയ്ഖ് ലീലയുടെ മുറിയിലെത്തി. തന്റെ സ്വാധീനവും ഭീഷണിയും ഉപയോഗിച്ച് അയാൾ അവളെ ശാരീരികമായി കീഴ്പ്പെടുത്തി. "നീ ശബ്ദമുണ്ടാക്കിയാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ ഇല്ലാതാക്കും" എന്ന അയാളുടെ വാക്കുകൾ ലീലയെ ഭയപ്പെടുത്തി. ആ ക്രൂരത പല രാത്രികളിൽ ആവർത്തിക്കപ്പെട്ടു. ലജ്ജയും സങ്കടവും കൊണ്ട് ലീല മരവിച്ചുപോയി. ആരോടുമൊന്നും പറയാനാവാത്ത നിസ്സഹായാവസ്ഥയിൽ അവൾ സ്വയം ശപിച്ചു. മാസങ്ങൾക്ക് ശേഷം തന്റെ ശരീരത്തിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ നിമിഷം ലോകം തലകീഴായി മറിയുന്നതുപോലെ അവൾക്ക് തോന്നി. താൻ ഗർഭിണിയാണെന്ന സത്യം ലീലയെ തളർത്തിക്കളഞ്ഞു. നാട്ടിലെ തന്റെ മക്കളുടെ മുഖമോർക്കുമ്പോൾ അവൾക്ക് ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തകൾ വന്നു. തന്റെ വയറ്റിൽ വളരുന്നത് തന്റെ തകർച്ചയുടെ അടയാളമാണോ അതോ ഒരു ജീവന്റെ തുടിപ്പാണോ എന്ന് അവൾ ആകുലപ്പെട്ടു. കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്റെ രൂപം തന്നെ മാറിയതായി അവൾക്ക് തോന്നി. ആ മണലാരണ്യത്തിലെ ഏകാന്തതയിൽ അവൾ തന്റെ വിധിയെ പഴിച്ച് ദിവസങ്ങൾ തള്ളിനീക്കി. രഹസ്യങ്ങൾ ഒളിച്ചുവെക്കാൻ ലീല എത്ര ശ്രമിച്ചാലും ആ കൊട്ടാരത്തിലെ ചുവരുകൾക്കുപോലും കണ്ണുകളുണ്ടായിരുന്നു. ലീലയുടെ ഛർദിയും ക്ഷീണവും മൂന്നാമത്തെ ഭാര്യയായ ലത്തീഫയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഷെയ്ഖിനോട് പണ്ടേ അസ്വാരസ്യത്തിലായിരുന്ന ലത്തീഫയ്ക്ക് ലീലയോടുള്ള സംശയം കടുത്തു. അവൾ ലീലയെ പരിശോധിച്ചപ്പോൾ സത്യം പുറത്തായി. അതോടെ കൊട്ടാരത്തിൽ ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. ഭാര്യമാരും മക്കളും ഒത്തുചേർന്ന് ഷെയ്ഖിനെ ചോദ്യം ചെയ്തു. തന്റെ പദവിക്കും അഭിമാനത്തിനും ക്ഷതമേൽക്കുമെന്ന് ഭയന്ന ഷെയ്ഖ് ലീലയെ പരസ്യമായി തള്ളിപ്പറഞ്ഞു. ഇവൾ സ്വഭാവദൂഷ്യമുള്ളവളാണ്, ഇവൾക്ക് പുറത്ത് ആരോടോ ബന്ധമുണ്ട് എന്ന് അദ്ദേഹം കള്ളം പറഞ്ഞു. ലീലയെ അവർ ക്രൂരമായി മർദ്ദിക്കുകയും മുടിക്ക് പിടിച്ചു വലിച്ച് കൊട്ടാരത്തിന് പുറത്താക്കുകയും ചെയ്തു. ആഡംബരങ്ങളുടെ നടുവിൽ നിന്നും അവൾ തെരുവിലേക്ക് എറിയപ്പെട്ടു. ഷെയ്ഖ് തന്റെ സ്വാധീനം ഉപയോഗിച്ച് അവളെ നഗരത്തിന് പുറത്തുള്ള ഒരു ലേബർ ക്യാമ്പിന് അടുത്തുള്ള ചെറിയ ഇരുട്ടുമുറിയിൽ തടങ്കലിലെന്ന പോലെ പാർപ്പിച്ചു. അവിടെ അവൾ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ വിവരണാതീതമായിരുന്നു. ഭക്ഷണവും വെള്ളവുമില്ലാതെ ഗർഭകാലത്തെ അവശതകളുമായി അവൾ മരണത്തെ മുഖാമുഖം കണ്ടു. തന്റെ വയറ്റിലെ കുഞ്ഞ് അനങ്ങുമ്പോൾ മാത്രമാണ് താൻ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ലീലയുടെ ഈ അവസ്ഥ നാട്ടിലെ കുടുംബം അറിയാതിരിക്കാൻ ഷെയ്ഖ് എല്ലാ വഴികളും അടച്ചിരുന്നു. എന്നാൽ ലത്തീഫയുടെ ഇടപെടലിലൂടെ ദുബായ് പോലീസ് ഈ വിവരമറിഞ്ഞു. ഗൾഫ് രാജ്യങ്ങളിലെ കർശനമായ നിയമപ്രകാരം വിവാഹത്തിന് പുറത്തുള്ള ഗർഭധാരണം തടവുശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. പോലീസ് ലീലയെ തേടിയെത്തി. അവൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിലെ ഇരുമ്പഴികൾക്കുള്ളിൽ തണുത്ത സിമന്റ് തറയിൽ കിടക്കുമ്പോൾ ലീല തന്റെ പഴയ ജീവിതത്തെ ഓർത്ത് നെഞ്ചുപൊട്ടിക്കരഞ്ഞു. എന്നാൽ ഈ വാർത്ത ഒരു പ്രവാസി സംഘടനയിലെ മലയാളി പ്രവർത്തകന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ലീലയുടെ സഹായത്തിനായി ഒരു പ്രമുഖ മനുഷ്യാവകാശ അഭിഭാഷകനെ ഏർപ്പാടാക്കി. കോടതിയിൽ ലീല അനുഭവിച്ച ക്രൂരതകൾ അദ്ദേഹം വികാരഭരിതമായി വിവരിച്ചു. ഷെയ്ഖിനെപ്പോലെ ഒരു പ്രഭുവിനെതിരെ സംസാരിക്കാൻ ആദ്യം കോടതി മടിച്ചെങ്കിലും ലീല തന്റെ മൊഴിയിൽ ഉറച്ചുനിന്നു. "എന്റെ ശരീരത്തെ അവർ കീഴ്പ്പെടുത്തിയെങ്കിലും എന്റെ സത്യത്തെ അവർക്ക് തോൽപ്പിക്കാനാവില്ല" എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ആ വാദപ്രതിവാദങ്ങൾ നീണ്ട മാസങ്ങളെടുത്തു. ഓരോ തവണ കോടതിയിൽ കയറുമ്പോഴും ലീല തന്റെ തകർന്ന സ്വപ്നങ്ങളെ ഓർത്തു വിറച്ചു. ശാസ്ത്രീയ തെളിവുകൾക്കായി DNA പരിശോധന നടത്താൻ കോടതി ഉത്തരവിട്ടതോടെ ഷെയ്ഖ് മൻസൂർ പതറിപ്പോയി. DNA പരിശോധനാഫലം പുറത്തുവന്നപ്പോൾ കുഞ്ഞിന്റെ പിതാവ് ഷെയ്ഖ് തന്നെയാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു.
അതോടെ ആഡംബരത്തിന്റെ തണലിൽ ഒളിച്ചിരുന്ന ഷെയ്ഖിന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു. കോടതി ലീലയ്ക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവിട്ടു. എന്നാൽ ലീലയ്ക്ക് വേണ്ടത് പണമോ നഷ്ടപരിഹാരമോ ആയിരുന്നില്ല. അവൾക്ക് തന്റെ കുഞ്ഞിനൊപ്പം സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങണമെന്നായിരുന്നു ആഗ്രഹം. ജയിലിലെ ആശുപത്രിയിൽ വെച്ച് അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. അറബിച്ചായുള്ള ആ കുഞ്ഞ് അവളുടെ കൈകളിൽ കിടന്നു കരഞ്ഞപ്പോൾ ലോകത്തെ എല്ലാ വേദനകളും അവൾ മറന്നു. ഷെയ്ഖിന്റെ കുടുംബം കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. ഷെയ്ഖിന് ആൺമക്കളില്ലാത്തതിനാൽ ഈ കുഞ്ഞിനെ തന്റെ ഗോത്രത്തിന്റെ അവകാശിയാക്കാൻ അയാൾ രഹസ്യമായി കരുക്കൾ നീക്കി. എന്നാൽ ലീല അവനെ മാറോട് ചേർത്തുപിടിച്ചു. ഈ കുഞ്ഞ് എന്റെ ദുരിതങ്ങളുടെ ഫലമാണ്, ഇതിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് അവൾ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും സാമൂഹിക പ്രവർത്തകരുടെയും കാവലിൽ ലീല സുരക്ഷിതയായി. ഒടുവിൽ നിയമപോരാട്ടങ്ങൾ വിജയിച്ച് അവൾ നാട്ടിലേക്ക് വിമാനം കയറി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലീല ഇറങ്ങുമ്പോൾ ആരും അവളെ സ്വീകരിക്കാനുണ്ടായിരുന്നില്ല. നാട്ടിൽ ഈ വാർത്ത വലിയൊരു അപവാദമായി പ്രചരിച്ചിരുന്നു. മാധ്യമങ്ങളിൽ ലീലയുടെ ചിത്രം പരിഹാസരൂപേണ പ്രത്യക്ഷപ്പെട്ടു. അറബി കൊച്ചിനെ കൊണ്ടുവന്നവൾ എന്ന പരിഹാസവുമായി നാട്ടുകാർ അവളെ നേരിട്ടു. ഭർത്താവ് സോമൻ ആദ്യം അവളെ കാണാൻ പോലും തയ്യാറായില്ല. വീടിന്റെ പടിപ്പുരയിൽ കുഞ്ഞുമായി നിന്ന ലീലയെ നോക്കി അയൽവാസികൾ നിന്ദിച്ചു. എന്നാൽ ലീല തളർന്നില്ല. അവൾ പണികൾക്ക് പോയി. കശുവണ്ടി ഫാക്ടറിയിൽ രാത്രിയും പകലുമില്ലാതെ പണിയെടുത്തു. സോമൻ പിന്നീട് ലീലയുടെ അവസ്ഥ മനസ്സിലാക്കി അവളെ സ്വീകരിച്ചെങ്കിലും കുഞ്ഞിനെ അയാൾക്ക് ഉൾക്കൊള്ളാനായില്ല. എങ്കിലും ലീല തന്റെ മകന് സിദ്ധാർത്ഥ് എന്ന് പേരിട്ടു. നാട്ടുകാരുടെ കുത്തുവാക്കുകൾ അവനെ ഏൽക്കാതിരിക്കാൻ അവൾ മകനെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. പട്ടിണിയും പരിഹാസവും സഹിച്ച് അവൾ തന്റെ മക്കളെ പഠിപ്പിച്ചു. സിദ്ധാർത്ഥ് തന്റെ അമ്മയുടെ കണ്ണീരിന്റെ വില മനസ്സിലാക്കി വളർന്നു. അവൻ പഠനത്തിൽ അതിസമർത്ഥനായിരുന്നു. സ്കൂളിൽ കുട്ടികൾ അവനെ പരിഹസിക്കുമ്പോൾ ലീല അവനെ കെട്ടിപ്പിടിച്ചു പറയുമായിരുന്നു, "നീ നിന്റെ അമ്മയുടെ അഭിമാനമാണ്." വർഷങ്ങൾ വേഗത്തിൽ കടന്നുപോയി. സിദ്ധാർത്ഥ് തന്റെ കഠിനാധ്വാനത്തിലൂടെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കി IPS ഓഫീസറായി മാറി. പത്രങ്ങളിൽ അവന്റെ ചിത്രം അച്ചടിച്ചു വന്നപ്പോൾ ഒരു കാലത്ത് ലീലയെ കല്ലെറിഞ്ഞ നാട്ടുകാർ തലതാഴ്ത്തി നിന്നു. സിദ്ധാർത്ഥിന്റെ വളർച്ച ലീലയുടെ വിജയമായിരുന്നു. യൂണിഫോം ധരിച്ച് അവൻ തന്റെ ഗ്രാമത്തിലെത്തിയപ്പോൾ ലീലയുടെ കണ്ണുകളിൽ അഭിമാനത്തിന്റെ തിളക്കമായിരുന്നു. ഷെയ്ഖ് മൻസൂർ വാർദ്ധക്യത്തിൽ രോഗബാധിതനായി തന്റെ മകനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. തന്റെ മുഴുവൻ സ്വത്തും അവൻ എഴുതി നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എന്നാൽ ലീല ശാന്തമായി മറുപടി നൽകി, "എന്റെ മകന് നിങ്ങളുടെ പണമല്ല, എന്റെ അധ്വാനമാണ് വേണ്ടത്." സിദ്ധാർത്ഥും തന്റെ പിതാവിനെ കാണാൻ വിസമ്മതിച്ചു. അവൻ തന്റെ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് പാവപ്പെട്ടവർക്കായി പ്രവർത്തിച്ചു. ലീലയുടെ പെൺമക്കൾ നല്ല നിലയിൽ വിവാഹിതരായി. വീട് പുതുക്കി പണിതു. ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി ലീല മാറി.